ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഉത്സവ് വിപണന മേളയ്ക്ക് തുടക്കമായി. സുൽത്താനേറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഗോദവർത്തി വെങ്കട ശ്രീനിവാസ് മേള ഉദ്ഘാടനം ചെയ്തു. ഒമാനിലെ തെരഞ്ഞെടുത്ത ലുലു ഔട്ട്ലെറ്റുകളിൽ ഈ മാസം 20 വരെ ഫെസ്റ്റിവൽ നീണ്ടുനിൽക്കും. ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും രുചികളും ഒമാനിൽ പ്രചരിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഉത്സവ് 2025 തുടക്കമായത്. സുൽത്താനിലെ ഇന്ത്യൻ അംബാസഡർ ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് ബൗഷർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രവാസികളിൽ നിന്നും ലുലുവിൽ നിന്നുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരുന്നു. സുൽത്താനിലെ തെരഞ്ഞെടുത്ത ലുലു ഔട്ട്ലെറ്റുകളിൽ ഈ മാസം 20 വരെ ഫെസ്റ്റിവൽ ഉണ്ടാകും. I saw the whole dynamism of India-Oman relationship as I went along this entire Utsav. I have been told, and obviously everybody who comes to Lulu hypermarket is aware of the number of Indian products which are there for display, for purchase. 200,000 is the maximum number that they get, but minimum number of Indian products on shelves will be minimum 40,000. ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, ഭക്ഷണപാനീയം അടക്കം ഓരോ വിഭാഗത്തിലെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അനുഭവിക്കാനുള്ള അപൂർവ അവസരമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന പ്രൊമോഷനുകളും ഓഫറുകളും ഉണ്ടാകും. യഥാർത്ഥ ഇന്ത്യൻ ചെരുപ്പ്, വസ്ത്രം, പരമ്പരാഗത ആഭരണങ്ങൾ എന്നിവ ഷോപ്പിംഗ് അനുഭവത്തിന് മാറ്റുകൂട്ടുമെന്ന് ലുലു അധികൃതർ പറഞ്ഞു. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ലുലുവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ഒമാൻ റീജിയണൽ ഡയറക്ടർ അൻവർ സാദാത്ത് പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്.